രാവിലെ വടക്കംപോലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളെ നമ്മ ഒരു അടിപൊളി കുക്കിങ്ങിന് വേണ്ടി തീരുമാനിച്ചില്ലേ, പാല കുക്കിങ്. പാല നല്ല അടിച്ച് വൃത്തിയാക്കിയിട്ട് കുറെ ആളുണ്ട്. ഞാൻ മാത്രം അട്ടച്ചിട്ട് കൊയ്യേണ്ട എല്ലാവരും പൊങ്ങൻ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് പരിപാടി വെച്ചാല് അപ്പൊ ഇത് നല്ല ഒരു കൊല പഴമായിട്ട് രാവിലെ നല്ല പഴംപൊരിയും ബീഫും അല്ലേ, പഴംപൊരിയും ബീഫും ഇടുന്ന നല്ല പാലത്തമ്മിൽ ഇരുന്നിട്ട് മുക്കി തിന്നേണ്ട പരിപാടി രാവിലെ. ഇതൊന്നും സമയമില്ല, ലൈറ്റിലെ പോകുമ്പോൾ വേൽ ചടപടാന്നാക്കണം. രാവിലെ ഇത് ഞാൻ കൃത്യസമയത്ത് ഇടാൻ വേണ്ടിട്ട് ആളിലാക്കിയിട്ടുണ്ട്. ആളൊക്കെ അത് കൃത്യസമയത്ത് ആക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഒന്നും പറത്താനൊന്നുമില്ല, വേഗം ഇടുന്ന് മൈദ മുക്കി പൊരിക്കുന്ന ബീഫ് അടുപ്പത്തൊക്കെ എന്റെ എല്ലാം ഉണ്ട്. കുക്കറിലിട്ടിട്ട് ബീഫിൽ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, ഒന്നും പറയാനില്ല. പഴംപൊരിയും ബീഫും സെറ്റാക്കാം. ഓക്കെ വാ. രാവിലെ നല്ല വൈകുന്നേരമായി. അപ്പൊ വൈകുന്നേരത്തെ നല്ല ബാങ്ക് കൊടുക്കുമ്പോ നല്ല ചായക്ക് കൂട്ടുണ്ടാവില്ലേ. കൊറേ പാടുണ്ടാവും, കൊറേ പൊരിക്കും. അത് ആരെല്ലോ വന്നിനെ ഒരിക്കലും കൊടുക്കാരാവില്ലേ, ബാക്കി ബീഫ് കൊടുക്കൂലേ. അപ്പൊ രാവിലെ അതിലേക്ക് കുറച്ച് നമുക്ക് കുറച്ച് മധുരത്തിൽ ലേശം പഞ്ചസാര അത്രേ വേണ്ടു. എല്ലാം പെറ്റി ഇടുന്നു. നമുക്ക് പോയി കാപ്പി വെക്കേണ്ടത്. ഉപ്പ് ഉപ്പും കുറച്ച് മതിയല്ലേ, എല്ലാം ലേശം പെറ്റി വേണ്ടു. ഇത് നല്ല പഴംപൊരി ബീഫ് വന്നു, ലേശം കളറിന് മഞ്ഞപ്പൊടി അത് കിട്ടില്ലായിരിക്കട്ടാ. അതാണ് കളറിനെ വേണ്ടു. ഇത് മുട്ടയിലടിച്ച മുട്ടയാണ്, മുട്ടപ്പഴംപൊരിയാണ്. അടിച്ചിങ്ങനെ പൊന്തണം. അയ്യോ ഇത് കൊറേ ഇടും, എല്ലാം പൊന്തിക്കൊണ്ട്. അപ്പൊ മുട്ടയെല്ലാം പൊട്ടിച്ച് നമ്മള് പരിപാടി രാവിലെ അതിനൊന്നും അറിയാം. കൈയിട്ട് അളക്കല് വേറെ ഇത് നല്ലോണം പൊന്തിക്കോട്ടെ. ഇത് നമ്മളെ ആകുമ്പോ മൂന്നെണ്ണം ഇടും. രാവിലെ വീട്ടില് പുതിയ ജഗ്ഗാവില്ലേ, രാവിലെ ജഗ്ഗാണ്. ഇന്ന് ഫുൾ ഇതാന്നല്ല, ഇന്ന് ഫുൾ വെറൈറ്റി ഇല്ലാന്ന്. എന്റെ വീട്ടിലെ ജഗ് കൊള്ളാല്ലേ. എന്റെ വീട്ടിൽ രാവിലെ വീട്ടിലേക്കാണേ, എല്ലാവരും പറ്റലാണ്. ആയാ അപ്പൊ നമ്മളെ ഇപ്പൊ പഴംപൊരിന്റെ ഇത് റെഡി ആയിട്ടുണ്ടാവില്ലേ. ഇനി പഴം മുറിച്ചിട്ടിട്ട് പഴം പൊരിച്ച് വെച്ച് വെക്കല്ലോ അല്ലെ. ഇത് ആവശ്യത്തിനെടുത്ത് ഇരിയ, ആവശ്യത്തിനെടുത്ത് ഇരിയ, ആവശ്യത്തിന് ഇരിഞ്ഞ പഴം. അതാണ് നമുക്ക്, അതാണ് ഇങ്ങനെ പ്രത്യേക യന്ത്രാക്കിന്. നമുക്ക് ആവശ്യത്തിന് ഇരിയാല. ഇതായിരുന്നു ഒരു കൊല പഴം എടുത്തിട്ടോ നീ. ഇത് മാർക്കറ്റിൽ വിളിച്ചാ അതിന് ടുട്ടു അതിന്റെ രാവിലെ പോയാന്ന് തോന്നല്ലേ. ഇന്ന് കൊറേ പഴംപൊരി ഉണ്ടോവേ. പഴംപൊരിക്ക് എണ്ണം വേണം. എനിക്ക് എത്ര വേണം? എനിക്ക് 5 5 അത്രേ ഉണ്ട്. നിങ്ങന്നാണ് എനിക്ക് കൊലയൊക്കെ പറിച്ചിട്ടൊക്കെ പുഴയിലേക്ക്. ആരൊക്കെ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ഉണ്ട് രാവിലെ? നമ്മോ അതന്നെ നമ്മ. പഴംപൊരി നല്ല പറഞ്ഞാൽ 1.5 പഴംപൊരിയാണേ. എനക്കൊന്ന് 1 3 മതിയെന്നു. ഈര് ഓക്കെ അല്ലേ? ഓക്കെ ടീക്കെ. വെളിച്ചെണ്ണ വെച്ചെടുക്കാം നമുക്ക്. രാവിലെ വെളിച്ചെണ്ണ എടുക്കാൻ മറന്നു. അല്ല രാവിലെ നായിരുന്നു അട്ടച്ച് എന്നിട്ട് ആദ്യം പോയി. ആ കൊലയെ നാക്കിനെ നായി വെച്ചെടുക്ക പോരെ. പാമ്പരിക്ക് കുളിക്കാനേ അയ്യോ നല്ല മുങ്ങിപ്പോരാണ്, നല്ല വേഗാവില്ല. പിന്നെ ലൈറ്റ് ഔട്ടോ ചൂടായിട്ടാ. തുറക്കട്ടെ. എന്താണ് പഴംപൊരി? ഫസ്റ്റ് റൗണ്ട് പഴംപൊരി ആയിട്ടുണ്ട്. നല്ല മറ്റിനെ കൊണ്ട് കോരിയെടുത്ത് കൊടല പൊട്ടിക്കാണ്ട് ഇപ്പത്തന്നെ മീൻ പിടുത്തു. ഈ ഉമ്മ ലാസ്റ്റ് കോയലപ്പഴംപൊരി എന്ത് ടേസ്റ്റ് അതിന്റെ രാവിലെ അപ്പൂട്ടല്ല നമ്മ ഈ പഴംപൊരി വേഗം ചുട്ടെടുക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഏത് ബീഫാക്കല്ലേ അടിപൊളിയായിരിക്കും. നല്ല മുങ്ങിപ്പൊങ്ങുന്ന പഴംപൊരി ഉണ്ട്. ആകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഇതിന് കുട്ടിപ്പഴംപൊരിയാണ്. അതെന്നാന്ന് പറയും പോലെ അതിന് നേരത്തെ പൊട്ടിപ്പഴം
ഫിംഗർ ചിപ്സ് വേണോ? ഫിംഗർ ചിപ്സാ? ഫിംഗർ ചിപ്സ് ഫിംഗർ ചിപ്സ് ബാക്കിയിലെ പഴം കൂടെ വെട്ടിക്കൂട്ടാന്നല്ലേ? പറയുമ്പോലെ നാളിനാട്ടിലില്ലു ബാക്കിയുള്ളത്. ചോറ് കഴിക്കാതെ വിശക്കുമ്പോ തിന്നാൻ വെച്ചത്. അമല ഉറങ്ങിയെന്നു. ഇത് അമലടിയില്ലേ? ചക്കീനെ മുകളിൽ കയറാൻ പഠിച്ചിട്ട് തലകറക്കുന്നതായിട്ട് താഴേക്ക് ഇരുന്ന്. പിന്നെ കളുവല്ല. അപ്പൊ നമ്മളെ പഴംപരെല്ലാം പൊരിച്ചു തീർന്നിരിക്കാന്ന്. പിന്നെ നീ ആക്കുന്നത് ഇതാ. ഇതിപ്പോ ലാസ്റ്റ് കുറച്ച് കൂട്ടുവാക്കിയാകുമ്പോ 2 പഴം ഇട്ടിട്ട് ഇങ്ങനെ ഞമ്മണ്ടിട്ട് ഇങ്ങനെ തെളിച്ച് കളിച്ച് കിള്ളിട്ടപ്പോ അങ്ങനെ ഇങ്ങനെ ആക്കലുണ്ട്. പിന്നെ ലാസ്റ്റ് പഴംപൊരി കൂടെ കോരിണ്ട്. അങ്ങനെ നമ്മൾ ഒരു വട്ട നിറച്ചും പഴംപൊരി ചുട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കിള്ളിട്ടപ്പോ അല്ലേ? കിള്ളിട്ടപ്പോ ഇങ്ങനെ നല്ല കിള്ളിട്ടപ്പോ അതിന് പഴം ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും, അങ്ങനെല്ലാം ഉണ്ടാവും. ഇതാണ് നല്ല രസമുണ്ടോ? ഇത് നല്ല ഇറങ്ങണ്ട്. നമുക്ക് ഇങ്ങനെ കരിച്ചു മുറിച്ച് തിന്നുമ്പോ ഇരുട്ടാവും. പതിനെന്തിലും പഴം നോക്കട്ടെ നോക്കട്ടിക്ക് കിള്ളിട്ടപ്പോ. ഓക്കെ. അപ്പൊ സംഭവം വെച്ചാൽ പഴംപരെല്ലാം നമ്മുടെ ചുട്ടു കൂട്ടിയിട്ടുണ്ട്. അപ്പം ബീഫിന്റെ പരിപാടി വെക്കാൻ വേണ്ടി പോയത് എല്ലാം ഒപ്പരായിട്ട് മിക്സ് ആയി നോക്കിയാൽ ലൈറ്റ് ഇപ്പം പോകും. ഇപ്പൊ കൂടുതൽ കരിയട്ടെ. മസാല ഒന്നും പറയുന്നില്ല രാവിലെ. ഒന്ന് എല്ലാവർക്കും അറിയുന്ന ബീഫ് കറി അങ്ങനെ വെക്കുന്നത്. ചിക്കൻ ഗ്രേവിയിൽ വെക്കാൻ വേണ്ടി പോയത്. ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന ലൈറ്റ് ഇപ്പം പോകും. അപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് ആക്കിയിട്ട് കാണിക്കാം. പഴംപെല്ലാം തിന്നാൻ മുട്ടുന്നുണ്ട് ഇവിടെ. രാവിലെ ബീഫെല്ലാം നല്ല ഉള്ളിലെല്ലാം വയറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച ബീഫ് തീയും പോയി മാത്രം. പഴംപൊരി ഒരു പൊളി പൊളിക്കും അല്ലേ? എന്നാണ് അപ്പൊ ഇനി ഇത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ മസാലയാണ് കരിച്ച മസാല. കരിച്ച മസാല രാവിലെ തേങ്ങ വറക്കാൻ വരും. കഴിഞ്ഞിട്ടൊന്നുമില്ലാന്നോ? നല്ല സ്മെല്ലിട്ടാ. കിണ്ണത്തപ്പം കലത്തപ്പം. ഇത് നമുക്ക് ആവശ്യത്തിടാം. വേണം കിട്ടുകൊടുത്താൽ മതി. ചിലപ്പം കരിച്ചെങ്കിലോ മതിയല്ലേ? മതി. ഇത് രാവിലെ കരിച്ച മസാലയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കിട്ടാൻ. അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നത് രാവിലെ അമ്മ എന്നാണ് ലാസ്റ്റ് മല്ലിച്ചപ്പം ഇട്ടാൽ നമ്മളെ ബീഫ് വരട്ടത് ബന്ധാലും രാവിലെ. അപ്പൊ സംഭവം നോക്കിട്ടെ നീ ഒന്ന് സൂം ചെയ്തോട്ടെ. നല്ല ഇതുണ്ട്. എന്താ പറയുക? കോഫി ആക്കിപ്പോ നല്ല കോഫി ഒഴിച്ചിട്ട് ഒഴിട്ട് നോക്കിയിട്ട് നല്ല കോഫിയും നല്ല പഴംപൊരിയും ബീഫും. നല്ല പഴംപൊരി ചുട്ട് കൂടിണ്ടാവില്ല. ഒരു വട്ടം കുറച്ചുണ്ട്. ബീഫ് അടി നോക്കിട്ടെ. ഒരു രക്ഷയില്ലാട്ടാ. അപ്പൊ രാവിലെ ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കുന്നേ. അവിടെ നിൽക്കും. ഞാൻ രണ്ടെണ്ണം എടുത്തോക്കാം. അങ്ങനെ മുക്ക് പഴംപൊരി ആ ബീഫിൽ ഇങ്ങനെ മുങ്ങിയിട്ട് രാവിലെ ഇങ്ങനെ എടുക്കും. രാവിലെ ഇതാ വാ പിടിച്ചോ, എല്ലാരും പിടിച്ചോ. നോക്കട്ടെ. ഒരു ബീഫ് എടുത്ത് കഴിക്കട്ടെ. പിന്നെ കൊട്ടായിപ്പോയല്ലോ കേട്ടോ. കിട്ടില്ല രാവിലെ ബീഫിന്റെ കഷ്ണവും കേട്ടെ. ഞാനത് വീമ്പയും കഴിക്കുന്നത് അതിന്റെ അപ്പുറല്ലേ കോഫി എടുക്കുക. ഈ പഴമ്പൊരി വെച്ച് തീർക്കണ്ടേക്കുമ്പോ കുറച്ച് ആൾക്കാർ പുറത്തുണ്ട് കറക്കണ്ട്. തോണിമേലല്ലേ പേടിച്ചിട്ട് മേലെ കയറാത്തെ. രാവിലെ നോക്കറാ കോഫി കുടിക്കാൻ നോക്കറായോ? ഇല്ല ഞാൻ വല്ലേ നോക്കൂ. ഏതൊരു നല്ല പോതൂല സാധനം. ഒരു മിനിറ്റ്. ഉമ്മില്ലേ? ഉമ്മുണ്ട്. ആ ഉമ്മ കിട്ടിയാൽ നമ്മ അടിപൊളി. അപ്പൊ സംഭവം അത്രയല്ലോ.
ഈ താഴെ ഇരിക്കുന്ന അമലുണ്ട്, പിന്നെ മുകളിൽ കയറാൻ പേടിച്ചിരിക്കുന്ന അമല്, ഓന് 2-3 കഷ്ടം കൊടുക്കണം. പിന്നെ കറക്റ്റ് നമ്മള് ഇന്നത്തെ ബീഫ് ഫ്രൈക്ക് അല്ല ഇതിന് വെളിച്ചെണ്ണ മേടിച്ചെന്ന ഷെമീജിന് നന്ദി രേഖപ്പെടുത്തുന്നു. കൊടുത്തിട്ട് വരാല്ലേ മതിലേ. അപ്പൊ എല്ലാം തിന്ന് തീർക്കണം. 2-3 കോയലേനെ പൊരിക്കാൻ എല്ലാം ഉണ്ട്, പരിപാടി ഒരുപാട് രാവിലെ. അപ്പൊ പുതിയ ഇരുന്നാലേ ഓക്കെ ടിക്കേ എന്നാലും എന്നാ അവസ്ഥ നീ വീടോട് ചെയ്ത് തിന്നല്ലോ. ഞാൻ വരട്ടെ. ഓക്കെ.